ചിന്തയ്ക്കായിട്ട് റോമർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. നമ്മൾ റോമർക്ക് എഴുതിയ ലേഖനമാണ് ചിന്തിക്കുന്നത്. നമുക്കറിയാം അപ്പോസ്തലനായ പൗലോസാണ് ഈ റോമർക്ക് എഴുതിയ ലേഖനം എഴുതിയത്. അപ്പോസ്തലൻ ഈ ലേഖനം എഴുതിയതിന്റെ കാരണം എന്താണെന്ന് നമുക്ക് ചുരുക്കമായിട്ട് ചിന്തിക്കാം. ആദ്യമായിട്ട് അപ്പോസ്തലൻ 8-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: നിങ്ങളുടെ വിശ്വാസം സർവ്വലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നതിന് ഞാൻ ആദ്യം തന്നെ എൻ്റെ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്തോത്രം ചെയ്യുന്നു. റോമിലുള്ള സഭയെ സംബന്ധിച്ച് റോമിലുള്ള വിശ്വാസികളുടെ വിശ്വാസം സകല ലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോസ്തലൻ പറയുന്നത്. റോമില് ഇതേവരെ അപ്പോസ്തലൻ പോയിട്ടില്ല. എന്നാൽ അപ്പോസ്തലൻ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ തന്നെ 15-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്: ഞാൻ മറ്റൊരുവന്റെ അടിസ്ഥാനത്തിന് പണിയാതിരിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ നാമം അറിഞ്ഞിട്ടുള്ള ഇടത്തിലല്ല. അവനെക്കുറിച്ച് അറിവ് കേട്ടിട്ടില്ലാത്തവർ കാണും, കേട്ടിട്ടില്ലാത്തവർ ഗ്രഹിക്കും എന്ന് എഴുതിയിരിക്കുന്നത് പോലെ അത്രേ സുവിശേഷം അറിയിക്കുവാൻ അഭിമാനിക്കുന്നത്. അപ്പോൾ അപ്പോസ്തലൻ റോമിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ റോമിലുള്ളവരോട് തന്നെ പറയുന്നത്, ഞാൻ മറ്റുള്ളവരുടെ അടിസ്ഥാനത്തിന്മേൽ പണിയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ റോമ സഭ റോമിലേക്ക് മറ്റൊരു അപ്പോസ്തലനും ഇതേവരെ ഈ ലേഖനം എഴുതുന്നത് വരെ റോമിലേക്ക് പോയിട്ടില്ല. അപ്പോൾ അവിടെ റോമിലുള്ള സഭ ഇങ്ങനെ ഉണ്ടായി. അതിന് 2 വാദങ്ങളാണ് വേദപണ്ഡിതന്മാര് പറയുന്നത്. 1-ാമത്തെ വാദം എന്ന് പറയുന്നത്, പെന്തക്കോസ്ത് നാളിൽ അവിടെ കൂടി വന്നിരുന്ന മറ്റു രാജ്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന യഹൂദന്മാർ അന്ന് പത്രോസിന്റെ പ്രസംഗം കേട്ട് 3000-ഓളം ആളുകൾ രക്ഷിക്കപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പൊ അന്ന് റോമിൽ നിന്ന് വന്നവരും ഉണ്ടായിരുന്നു. അവരവിടെ പോയി ആരാധന കൂടുവാനും അവരുടെ സുവിശേഷം പറഞ്ഞ് ആളുകൾ രക്ഷിക്കപ്പെടുവാനും ഒക്കെ ഇടയായി തീർന്നു. അതാണ് 1-ാമത്തെ വാദം. 2-ാമത്തെ വാദം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൗലോസ് അപ്പോസ്തലന്റെ 1, 2, 3 മിഷണറി യാത്രകളിലൂടെ വിശ്വാസികളായിട്ടുള്ള ആളുകൾ, മക്കതോനിയ ആ സ്ഥലങ്ങളിലൊക്കെ ഉള്ള വിശ്വാസികളായിട്ടുള്ള ആളുകൾ റോമിലേക്ക് അവരുടെ ആവശ്യങ്ങൾക്കൊക്കെ പോകാൻ നേരത്ത് അവിടെ സുവിശേഷം പറഞ്ഞ് വിശ്വാസികളായിട്ടുള്ളവർ അവിടെ ഉണ്ടാകുകയും അവിടെ സഭയായി കൂടി വരുവാനായിട്ട് ഇടയായി തീർന്നു എന്നുള്ളതാണ് 2-ാമത്തെ വാദം എന്ന് പറയുന്നത്. ഈ 3-ാമത്തെ വാദവും കൂടിയുണ്ട്. 3-ാമത്തെ വാദം നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ലാത്തതാണ്. അത് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നതാണ്. പത്രോസാണ് റോമിൽ പോയി സഭ സ്ഥാപിക്കുകയും അവിടെ ആദ്യത്തെ പോപ്പായിട്ട് ഇരിക്കുകയും ചെയ്തത് എന്നുള്ളതാണ് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത്. എന്നാൽ അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം ഇവിടെ പൗലോസ് തന്നെ പറയുന്നുണ്ട്, ഞാൻ മറ്റൊരുവന്റെ അടിസ്ഥാനത്തിന്മേൽ പണിയാതിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്ന്, ഞാൻ സുവിശേഷം അറിയാത്ത അല്ലെങ്കിൽ ആരും പോകാത്ത സ്ഥലങ്ങളിലാണ് പോകാൻ അഭിമാനിക്കുന്നത് എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അതുകൊണ്ട് ആദ്യത്തെ ഈ 2 വാദങ്ങളിൽ ഏതെങ്കിലും ഒന്നായിരിക്കാനാണ് സാധ്യത. അപ്പോൾ അതിലേക്ക് കൂടുതലായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്, നമുക്ക് ഈ ലേഖനം എഴുതിയതിന്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിക്കുമ്പോൾ, ആ ഇടയ്ക്ക് വന്നവനായി കൊന്തോസ്കാരൻ അപ്പുല്ലാസിൽ പേരുള്ള ഒരു യഹൂദനെയും അവരുടെ ഭാര്യ ക്രിസ്ത്യനെയും കണ്ട് അവരുടെ അടുക്കൽ ചെന്നു. തൊഴിലൊന്നാകുകൊണ്ട് അവൻ അവരോടുകൂടെ പാർത്തു വേല ചെയ്തു പോന്നു. തൊഴിലോ കൂടാരപ്പണിയായിരുന്നു. എന്നാൽ ശബ്ദത്തോറും അവൻ പള്ളിയിൽ സമ്പാദിച്ച് യഹൂദന്മാരെയും യവനന്മാരെയും സംഭവിപ്പിച്ചു. മതി. റോമിലാണ്, നമുക്കറിയാം റോമിലാണ് കൈസർ ഉള്ളത്. റോമ സാമ്രാജ്യത്തിന്റെ രാജാവായിരിക്കുന്ന കൈസർ ഉള്ളത്. അപ്പൊ അദ്ദേഹം ക്ലൗദിയോസ് പറഞ്ഞു, യഹൂദന്മാരെല്ലാവരും റോമ നഗരം വിട്ടു പോകണം. അത് ഒരുപക്ഷെ ക്രിസ്ത്യാനികളെ കൊണ്ടുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം കാരണമായിരിക്കണം. എന്തായാലും യഹൂദന്മാർ അവിടെ നിന്ന് പോയി. അപ്പോൾ അതിൽപ്പെട്ട ഒരാളാണ് അക്കില്ലാസും പ്രിസ്കില്ലയും. അവർ 2 പേരും കൊരിന്തിൽ പൗലോസിന്റെ അടുക്കൽ വരുവാനായിട്ട് ഇടയായി തീർന്നു. കൊരിന്തിൽ പൗലോസിന്റെ അടുക്കൽ വന്നപ്പോൾ അവർ റോമിലുള്ള സഭയെ പറ്റി പൗലോസ് അപ്പോസ്തലനോട് പറഞ്ഞു കാണും. അതോടൊപ്പം തന്നെ അവിടെ ഒരു പ്രശ്നം ഉണ്ടാകാനായിട്ടുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത്, അവിടെ ഉണ്ടായിരുന്ന യഹൂദന്മാരെല്ലാവരും അവിടെ വിട്ടു പോകുന്നു. അപ്പോൾ ആ സഭയിൽ ഒരു 100 പേരുണ്ടെങ്കിൽ അതിലൊരു
50 പേര് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി ഒരു 50 പേര് ഉണ്ടാവാൻ സാധ്യത ഉണ്ടാകാം എന്തോ അതിന്റെ സ്ഥിതികളൊന്നും അറിയത്തില്ല, എങ്കിലും ഒരു ഇത് പറഞ്ഞതാ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം കൂടി ആ സഭയിലുണ്ട്. അപ്പോസ്തലന്മാരുടെ ടീച്ചിങ് അവിടെ ചെന്നിട്ടില്ല. എന്താണ് ഡോക്ട്രിൻ എന്നുള്ള കാര്യങ്ങൾ അവിടെ നേരിട്ട് ആരും ഇതുവരെ പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പൗലോസിന്റെ മറ്റുള്ള ലേഖനങ്ങളെ നമുക്കറിയാം. അത് ഒരുപക്ഷെ അവിടുത്തെ പ്രശ്നങ്ങൾ തീർക്കാനായിരിക്കാം, അല്ലെങ്കിൽ അവിടുത്തെ അവരോടുള്ള നേരിട്ടുള്ള ബന്ധത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനായിരിക്കാം. അങ്ങനെ പലവിധ കാര്യങ്ങൾക്കാണ് പൗലോസ് അപ്പോസ്തലൻ ലേഖനങ്ങൾ എഴുതുന്നത്. എന്നാൽ റോമർക്ക് എഴുതിയ ലേഖനം ഒരു ഉപദേശപരമായിട്ടുള്ള ലേഖനമാണ്. അവിടെയുള്ളവരെ സുവിശേഷം എന്താണ് എന്ന് പറയുന്നതിന് വേണ്ടി, സുവിശേഷം എന്താണ്, മനുഷ്യർ പാപികളായിരുന്നു, എല്ലാവരും പാപം ചെയ്തു, രക്ഷയ്ക്കുള്ള മാർഗം യേശുക്രിസ്തുവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ് രക്ഷയ്ക്കുള്ള മാർഗം, പഴയ നിയമത്തിലെ വിശ്വാസത്താലാണ് ആളുകൾ രക്ഷിക്കപ്പെട്ടത്. അങ്ങനെ വിശ്വാസമുള്ള രക്ഷയാൽ ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്, ആദി പാപത്തെ പറ്റിയുള്ള ഡോക്ട്രിൻ, അതിനുശേഷം വിശുദ്ധീകരണം എങ്ങനെയാണ്, അങ്ങനെ ദൈവത്തിന്റെ പരമാധികാരത്തെ പറ്റിയുള്ള ഡോക്ട്രിൻ, ഇസ്രായേലിന്റെ ഭാവിയെ സംബന്ധിച്ചുള്ള ഡോക്ട്രിൻ, അങ്ങനെ ഉള്ള പിന്നെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെയാണ് റോമാലേഖനത്തിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഉപദേശ രൂപത്തെ, ക്രിസ്തീയ ഉപദേശത്തെ, ക്രിസ്തീയ സുവിശേഷം എന്താണെന്നുള്ള ആ ഉപദേശ രൂപത്തെ അവർക്ക് എഴുതി കൊടുക്കുന്നതും ആ സഭയെ സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശവും കൂടിയായിരുന്നു പൗലോസ് അപ്പോസ്തലന് ഉണ്ടായിരുന്നത്. പൗലോസ് അപ്പോസ്തലൻ കൊരിന്തിൽ വെച്ച് തന്നെയാണ് ഈ ലേഖനം എഴുതുന്നത്. കൊരിന്തിൽ വെച്ചാണ് അക്വിലാസും പ്രിസ്കില്ലയും വന്ന് റോമിൽ നിന്ന് പൗലോസിനെ കാണുവാനായിട്ട് ഇടയായിത്തീരുന്നത്. പൗലോസ് അപ്പോസ്തലൻ കൊരിന്തിൽ വെച്ച് തന്നെയാണ് ഈ ലേഖനം എഴുതുന്നത്. കാരണം നമ്മൾ റോമർക്ക് എഴുതിയ ലേഖനം അതിന്റെ 16-ാം അധ്യായത്തില് 1-2 വാക്യങ്ങളൊന്ന് വായിക്കാം. നമ്മുടെ സഹോദരിയെ സഭയിലെ ഉന്നതകാര്യമായ ഭേദയെ നിങ്ങൾ വിശുദ്ധന്മാർക്ക് യോഗ്യമാണെന്നും കർത്താവിന്റെ നാമത്തിൽ കൈക്കൊണ്ട് അവൾക്ക് നിങ്ങളുടെ സഹായം വേണ്ടുന്ന ഏത് കാര്യത്തിലും സഹായിക്കേണ്ടതുണ്ട് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അവളും പലർക്കും വിശേഷാൽ എനിക്കും സഹായം ചെയ്തിരിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ ഈ റോമർക്ക് എഴുതിയ ഈ ലേഖനം റോമിൽ കൊണ്ടു കൊടുക്കുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത് ഫേബേനെയാണ്. ക്രെൻകയ സഭയിലെ ശുശ്രൂഷക്കാരിയായ ഫേബ. അവളെ നിങ്ങൾ നന്നായി കൈക്കൊള്ളണം, അവരെ സഹായിക്കണം. കാരണം അവള് എനിക്കും പലർക്കും വേണ്ടി സഹായം ചെയ്തിരിക്കുന്നു എന്നുള്ള സാക്ഷ്യത്തോടു കൂടിയാണ് അപ്പോസ്തലൻ ഫേബയെ അങ്ങോട്ട് അയക്കുന്നത്, റോമിലേക്ക് അയക്കുന്നത്. പിന്നെ നമ്മൾ അതിന്റെ 23-ാമത്തെ വാക്യത്തില് ഗായോസിനെയും എരസ്തോസിനെയും പറ്റി പറയുന്നുണ്ട്. ഇവർ രണ്ടുപേരും കൊരിന്തിൽ വെച്ച് ആ സഭയ്ക്ക് പൗലോസിന് പ്രതി അവിടെ അടി കൊണ്ടവരാണ്. അവർ രണ്ടുപേരും കൊരിന്തിലുള്ള ആളുകളാണ്. പട്ടണത്തിലെ ഭണ്ഡാര വിചാരകനായ എരസ്തോസും നിങ്ങളെ വന്ദനം ചെയ്യുന്നുവെന്ന് പൗലോസ് അപ്പോസ്തലൻ റോമിലെ സഭയെ പ്രബോധിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു കൊരിന്തിൽ വെച്ച് എഴുതിയ ലേഖനമാണ്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്, ആ സഭയെ സ്ട്രെങ്തൻ ചെയ്യുക. അവിടെ ഇന്നേ വരെ പൗലോസ് ചെന്നിട്ടില്ല, എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം, അപ്പോസ്തോലിക ഉപദേശം എന്താണെന്ന് അവരെ പഠിപ്പിക്കുക എന്നുള്ള കാരണമാണ് ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്. തുടർന്ന് മറ്റുള്ള കാരണങ്ങളുണ്ട്. അപ്പൊ പൗലോസ് അപ്പോസ്തലൻ അവരോട് ആദ്യം തന്നെ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ വിശ്വാസം സർവ്വലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്നുള്ളതാണ്. അവരുടെ വിശ്വാസം, ദൈവം അവർക്ക് കൊടുത്ത വിശ്വാസം വളരെ വലുതായിരുന്നു. അത് മുഖാന്തരം, യേശുക്രിസ്തു മുഖാന്തരം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ സ്തോത്രം ചെയ്യുന്നു. നമുക്ക് എല്ലാവർക്കും ദൈവത്തിന്റെ, നമ്മൾ റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട്, ദൈവം വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ട് തന്നതുപോലെ സുബോധത്തോടെ നിങ്ങൾ ഓരോരുത്തർ ഭാവിക്കേണ്ടതിന് മീതെ ഭാവിക്കരുത്, അത് പങ്കിട്ട് തന്നതുപോലെ നിങ്ങൾ ഭാവിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ദൈവം എല്ലാവർക്കും വിശ്വാസം ഒരുപോലെയല്ല കൊടുത്തിരിക്കുന്നത്. എനിക്കുള്ള വിശ്വാസമല്ല വിജനങ്ങൾക്ക്, മറ്റുള്ള എല്ലാവർക്കും ഓരോ അളവനുസരിച്ചാണ് ദൈവത്തിന്റെ വിശ്വാസം എന്ന് ദൈവം പങ്കിട്ട് തന്നിരിക്കുന്നത്. എന്നാൽ നമ്മളെല്ലാവരും കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാനുള്ള ഒരു വിശ്വാസം, ബേസിക് ആയിട്ടുള്ള വിശ്വാസം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. എന്നാൽ നമ്മുടെ തുടർന്നുള്ള യാത്രയിലും ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ദൈവത്തിൽ, കർത്താവിൽ വിശ്വസിച്ച് തന്നെ മുമ്പോട്ട് പോകണം എന്നുള്ളതാണ്.
എന്നാൽ ചിലർക്ക് അതിന് കൂടുതൽ വിശ്വാസമുണ്ട്. അപ്പോസ്തലനായ പൗലോസിന്റെ വിശ്വാസമായിരിക്കില്ല വേറൊരു വിശ്വാസിക്കുള്ളത്. അപ്പൊ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൗലോസ് അതുകൊണ്ട് തന്നെ അവരുടെ വിശ്വാസത്തെ ഓർത്ത് റോമിലുള്ള സഭയുടെ വിശ്വാസത്തെ ഓർത്ത് എന്താണ് കർത്താവിന് പൗലോസ് സ്തുതി പറയുകയാണ്. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. അതിനുശേഷം പൗലോസ് പറയുന്നത്, ഞാൻ ഇടപെടാതെ നിങ്ങളെ ഓർത്തുകൊണ്ട് ദൈവേഷ്ടത്താൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുക്കൽ വരുവാൻ സാധിക്കേണ്ടതിന് എൻ്റെ പ്രാർത്ഥനയിൽ എപ്പോഴും യാചിക്കുന്നു എന്നുള്ളതിന് അവന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷ ഘോഷത്തിൽ ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി. അതിന്റെ 13-ാം വാക്യത്തിലും, എനിക്ക് മറ്റു ജാതികളിൽ എന്ന പോലെ നിങ്ങളിലും നല്ല ഫലവും ഉണ്ടാകേണ്ടതിന് നിങ്ങളുടെ അടുക്കൽ വരുവാൻ പലപ്പോഴും ഭാവിച്ചുവെങ്കിലും ഇതുവരെ മുടക്കം വന്നു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളിലും വായിക്കുമ്പോഴും പൗലോസ് അപ്പോസ്തല പ്രവൃത്തി 19-21 ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. താൻ റോമിലേക്ക് പോകണം എന്ന് തനിക്ക് ആശയാണ്. താൻ യെരുശലേമിലേക്ക് പോയിട്ട് അവിടെ നിന്ന് റോമിലേക്ക് പോകണം എന്നുള്ളതാണ് തൻ്റെ ആശ എന്ന് പറയുന്നുണ്ട്. അപ്പൊ പൗലോസ് എന്തിനായിരിക്കും റോമിലേക്ക് പോകണമെന്ന് വിചാരിക്കുന്നത്? സഭയിൽ കാണണം, വിശ്വാസികളെ കാണണം. പൗലോസ് ഇവിടെ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ എപ്പോഴും ഓർത്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ അടുക്കൽ വരാൻ കഴിയേണ്ടതിന് വേണ്ടി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും വരാനായിട്ട് ഉദ്ദേശിച്ചു, പക്ഷെ പറ്റിയില്ല. പല കാരണങ്ങൾ കൊണ്ട് പറ്റിയില്ല. ദൈവേഷ്ടത്താൽ എപ്പോഴെങ്കിലും വരാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് പൗലോസ് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നത്. പൗലോസിന്റെ ആഗ്രഹമായിരുന്നു റോമിലേക്ക് പോകണം എന്നുള്ളത്. കാരണം റോമ സാമ്രാജ്യത്തിന്റെ ഏറ്റവും സെൻട്രൽ ഭാഗമായിട്ട് അവിടെ നിന്നാണ് സകല കാര്യങ്ങളും പോകുന്നത്, എല്ലാവരും വരുന്നതും പോകുന്നതും. സുവിശേഷത്തിന്റെ ഏറ്റവും ഒരു ഹബ്ബായിട്ട്, ഏറ്റവും പ്രയോജനകരമായിട്ട് ആ ഒരു നഗരത്തെ പ്രയോജനപ്പെടുത്തുവാനായിട്ട് സാധ്യതയുള്ള ഒരു നഗരമാണ് അത്. പിന്നെ പൗലോസ് 15-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഈ ദിക്കുകളിൽ എങ്ങും സുവിശേഷം പറയാനായിട്ട് എനിക്ക് സ്ഥലമില്ലായികയാൽ ഞാൻ റോമിലേക്ക് വരികയും റോമിൽ നിന്ന് സ്പെയിനിലേക്ക് പോകാനായിട്ടും ആലോചിക്കുന്നുണ്ട്, പദ്ധതി ഇടുന്നുണ്ട് എന്നൊക്കെ റോമാലേഖനത്തിലും പൗലോസ് പറയുന്നുണ്ട്. പൗലോസ് റോമിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്നതിന്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തികച്ചും സുവിശേഷത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടിയാണ്. സുവിശേഷം ഇച്ചിരിയും കൂടി പ്രയോജനകരമായിട്ട് തനിക്ക് അവിടെ നിന്ന് പറയുവാനും അനേകരിലേക്ക് എത്തുവാനും കഴിയും എന്നുള്ള ബോധ്യം തനിക്കുള്ളത് കൊണ്ടാണ് താൻ ഇവിടെ റോമിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം തന്നെ പൗലോസ് ആ റോമിലെ സഭയ്ക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനുമായിരുന്നു. നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അതോടൊപ്പം തന്നെ മറ്റുള്ള സഭയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. പൗലോസിന്റെ സഭകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പല പ്രാർത്ഥനകളും നമ്മൾ ബൈബിളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കതൊക്കെ വായിക്കാനായിട്ട് കഴിയും. അതോടൊപ്പം തന്നെ ഈ പ്രാർത്ഥനകൾ ഏറ്റവും ഫലപ്രദമാണ്. കാരണം ദൈവത്തിന്റെ സന്നിധാനത്തിൽ ചെല്ലുന്ന ഓരോ പ്രാർത്ഥനകളും ദൈവം അതിന് ആൻസർ ചെയ്യുന്നു എന്നുള്ളതും അവരുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്നു എന്നുള്ളതും അവരെ കാണുമ്പോൾ അവർക്ക് അനുഗ്രഹത്തിന് കാരണമാകും എന്നുള്ള കാരണവും കൂടിയാണ്. ഇപ്പൊ തന്നെ ഈ റോമിലുള്ള കാര്യം കൂടി ഒന്ന് ആലോചിക്കാം. പൗലോസ് അപ്പോസ്തലൻ കൊരിന്തിലിരുന്നാണ് ഈ ലേഖനം എഴുതുന്നത്. ഫേബ കൊണ്ടുപോയി റോമിൽ കൊണ്ടുപോയി ഈ ലേഖനം കൊടുത്തു. അവരത് വായിച്ചു. അപ്പോസ്തലനായ പൗലോസ് ഇവിടെ വരുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പൗലോസ് തങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ ലേഖനങ്ങളിലെ ഉപദേശങ്ങളൊക്കെ അവർ വായിക്കുകയും എല്ലാ ദിവസവും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നു. അപ്പോൾ അവർക്ക് എന്താണ്, പൗലോസുമായിട്ട് ഒരു ഹൃദയബന്ധം വന്നു. അവർ പൗലോസ് അപ്പോസ്തലന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. പൗലോസ് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരണം, ഞങ്ങളെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടിയും ദൈവത്തിന്റെ ആലോചന അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കേൾക്കുന്നതിന് വേണ്ടി ഇങ്ങോട്ട് വരണമെന്ന് അപ്പോസ്തലന് വേണ്ടി റോമിലെ സഭ പ്രാർത്ഥിക്കുന്നു. ഇപ്പൊ കൊരിന്തിൽ വെച്ച് അത് ആ സാധനം അവർക്ക് കൈമാറി. അതിനുശേഷം കൊരിന്തിൽ പ്രശ്നമുണ്ടായി. പൗലോസ് അപ്പോസ്തലൻ എഫെസോസിലേക്ക് പോകുന്നു. എഫെസോസിൽ 2.5-3 വർഷത്തിനടുത്ത് ശുശ്രൂഷിക്കുന്നു. അവിടെ പ്രശ്നമുണ്ടായി. അതിനുശേഷം പൗലോസ് അപ്പോസ്തലൻ അവിടുത്തെ ധനസംബന്ധമായ കാര്യങ്ങളുമായിട്ട് യെരുശലേമിലേക്ക് പോകുന്നു. യെരുശലേമിലേക്ക് പോകുമ്പോൾ അവിടെ താൻ കെട്ടപ്പെട്ടവനാകും എന്നൊക്കെ ഉള്ള ആ പ്രവചന നിവൃത്തിയോടെ യെരുശലേമിലേക്ക് ചെന്നു. യെരുശലേമിൽ വെച്ച് തന്നെ അവര് കെട്ടി അവര് ഒരു കേസ് ചുമത്തി അവരെ തുറുങ്കിലടച്ചു, ജയിലിലടച്ചു. അപ്പൊ ഇതൊക്കെ റോമിലുള്ള സഭയും അറിയുന്നുണ്ട്. അവരും അപ്പോൾ പൗലോസ് അപ്പോസ്തലന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്.
അതിനുശേഷം പൗലോസ് എന്താണ് സന്നിധി സംഘത്തിന് മുമ്പിൽ നിൽക്കുന്നു. അതിനുശേഷം കൈസരയിലേക്ക് കൊണ്ടുവന്നു. ഫെസ്തോസിന്റെ ജയിലിൽ അടയ്ക്കുന്നു. ഫെസ്തോസ് കഴിഞ്ഞ് 2 വർഷം അവിടെ ജയിലിൽ കിടക്കുന്നു. ഫെലിക്സിന്റെ അടുത്ത് വരുന്നു. അതിനുശേഷം കൈസരയിലേക്ക് റോമിലേക്ക് പോകാനായിട്ട് ഓർഡർ ആവുന്നു. അപ്പോ പൗലോസ് ദീർഘകാലമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ് റോമിലേക്ക് പോകണം എന്നുള്ളത്. ഏറ്റവും അവസാനം എന്താണ്, ഗവൺമെന്റ് ഓർഡറോട് കൂടെ ഒരു തടവ് പുള്ളിയായിട്ട് അപ്പോസ്തലൻ ഒരു കപ്പലിൽ കയറി യാത്ര ചെയ്യുകയാണ്. ആ യാത്രയും നമുക്കറിയാം ഒട്ടും ശുഭകരമല്ലായിരുന്നു. 2 ആഴ്ചത്തോളം മെഡിറ്ററേനിയൻ കടലിൽ പലവിധമായ സാഹചര്യത്തിൽ സൂര്യനെ കാണാതെ അങ്ങനെ കഴിഞ്ഞു. എന്നിട്ട് അവസാനം പൗലോസ് എന്ത് ചെയ്യാണ്, റോമിലേക്ക് എത്തുകയാണ്. ഈ ലെറ്റർ എഴുതി കഴിഞ്ഞ് ഏകദേശം ഒരു 5, 6, 8 വർഷങ്ങൾക്ക് ശേഷമായിരിക്കാം പൗലോസ് അപ്പോസ്തലൻ അവിടെ എത്തുന്നത്. AD 57 ഈ ലെറ്റർ എഴുതുവാനായിട്ട് ഇടയായിത്തീർന്നത്. AD 56 മൂന്നാമത്തെ മിഷണറി യാത്രയിലെ ഇടയ്ക്കാണ് പൗലോസ് ഈ ലെറ്റർ എഴുതുന്നത്. അപ്പോൾ അതിനുശേഷം അപ്പോസ്തലൻ AD 62 തോന്നുന്നു റോമിലേക്ക് എത്തിയത്. 60-നും 62-നും ഇടയ്ക്കാണ്. അപ്പോൾ 5-6 വർഷത്തിന് ശേഷമാണ് ഈ റോമിലേക്ക്, സഭയിലേക്ക് പൗലോസ് റോമ നഗരത്തിലേക്ക് അപ്പോസ്തലൻ എത്തുന്നത്. അപ്പൊ അപ്പോസ്തലന്റെ ദീർഘകാലത്തെ പ്രാർത്ഥനയ്ക്കും റോമിലെ സഭയുടെ ദീർഘകാലത്തെ ആഗ്രഹത്തിനും അവസാനമായിട്ട് അപ്പോസ്തലൻ അവിടെ എത്തുന്ന ഒരു കാര്യത്തെ പറ്റി നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം ഒന്ന് വായിക്കാം. അവിടുത്തെ സഹോദരന്മാർ ഞങ്ങളുടെ വർത്തമാനം കേട്ടിട്ട് അപൂർവവും ശ്രീമണ്ഡപവും വരെ ഞങ്ങളെ എതിരേക്ക് വന്നു. അവരെ കണ്ടിട്ട് കൊണ്ട് ദൈവത്തെ വാഴ്ത്തി ധൈര്യം പ്രാപിച്ചു. മതി. അപ്പൊ ആ ദീർഘകാലത്തെ യാത്രയ്ക്ക് ശേഷം, ആ ദീർഘകാലത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം, ആ റോമിലെ സഭയുടെയും പ്രാർത്ഥനയ്ക്ക് ശേഷം അപ്പോസ്തലൻ അവസാനം റോമിലേക്ക് എത്തിയപ്പോൾ റോമിലെ സഭയിലെ ആ സഹോദരന്മാര് വന്ന് അപ്പോസ്തലനെ അവിടെ സ്വീകരിക്കുകയാണ്. അവരെ കണ്ടപ്പോൾ പൗലോസ് എന്ത് ചെയ്യാണ്, ധൈര്യം പ്രാപിക്കുകയാണ്. അതിനുള്ള കാരണം എന്താണ്, അത്രയും ദീർഘകാലത്തെ പ്രാർത്ഥനയാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ അവർ കൊടുത്ത പ്രാർത്ഥനയ്ക്ക് അപ്പോൾ തന്നെ നമുക്ക് ഫലം കിട്ടിയില്ല എന്ന് വരും. നമ്മുടെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നുണ്ടോ എന്ന് തന്നെ നമുക്ക് തോന്നും. പക്ഷെ ഏറ്റവും നല്ലത് ഒന്നിനു വേണ്ടി ദൈവം അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും മനോഹരമായി, ഏറ്റവും അനുഗ്രഹകരമായി പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഈ കാര്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. പൗലോസ് അപ്പോസ്തലൻ റോമിലുള്ള ആ സഭയ്ക്ക് വേണ്ടി ദീർഘകാലം ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയും അവിടെയുള്ള ഓരോരുത്തർക്കും വേണ്ടി ദൈവത്തിന്റെ സന്നിധാനത്തിൽ ഓർത്ത് അവരുടെ ദൈവത്തിന്റെ കൈകളിലേക്ക് അവരെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. എന്നാൽ ദൈവം ആ പ്രാർത്ഥനകളെ കേൾക്കുകയും പൗലോസ് അപ്പോസ്തലനെ അവരുടെ അടുക്കലേക്ക് കർത്താവ് അവരെ അയക്കുകയും അവരുടെ ആ സാമീപ്യം മൂലം പൗലോസ് അപ്പോസ്തലൻ ധൈര്യപ്പെടുവാൻ ഇടയായിത്തീർന്നു. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഞാൻ ഇടപെടാതെ നിങ്ങളെ ഓർത്തുകൊണ്ട് ദൈവ ഇഷ്ടത്താൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുക്കൽ വരുവാൻ സാധിക്കേണ്ടതിന് എൻ്റെ പ്രാർത്ഥനയിൽ എപ്പോഴും യാചിക്കുന്നു. അപ്പൊ പൗലോസിന്റെ യാചനകളുടെ ഫലമായിട്ടാണ് ആ കാര്യം സംഭവിച്ചത്. പൗലോസ് ഈ ലേഖനം എഴുതുമ്പോൾ ഒരുപക്ഷെ റോമിലേക്ക് താൻ പോകാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ തനിക്ക് ഉറപ്പില്ലായിരിക്കാം. റോമിലേക്ക് ഒരുപക്ഷെ പോകാൻ സാധ്യതയുണ്ടോ എന്നുള്ള കാര്യത്തിൽ പൗലോസിന് ഉറപ്പില്ലായിരിക്കാം. എന്നാൽ നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ 23-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസ് കാരാഗൃഹത്തിൽ കിടക്കുമ്പോൾ കർത്താവ് തന്നെ പൗലോസിന്റെ അടുക്കിലേക്ക് വന്ന് പൗലോസിനെ ധൈര്യപ്പെടുത്തുന്നുണ്ട്. ധൈര്യമായിരിക്കുക, നീ യഹൂദയിൽ എന്നെ സാക്ഷീകരിച്ചതുപോലെ തന്നെ റോമിലും എന്നെ സാക്ഷീകരിക്കേണ്ടതാകുന്നു എന്ന് ആ കാരാഗൃഹത്തിൽ വെച്ച് കർത്താവ് തന്നെ പൗലോസിനെ ധൈര്യപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ദൈവ ഇഷ്ടത്താൽ റോമിലേക്ക് എത്തണം എന്നുള്ളതായിരുന്നു പൗലോസിന്റെ ആഗ്രഹം. അതുപോലെ തന്നെ ദൈവം അവന് അതിനു വേണ്ടുന്ന വഴികളെ ഒരുക്കി. പക്ഷെ പൗലോസ് ചിന്തിക്കുന്നത് പോലെ അല്ലായിരുന്നു. ഒരു തടവ് പുള്ളിയായിട്ട് ചങ്ങലയിലാണ് പൗലോസ് റോമിലേക്ക് വരുവാനായിട്ട് ഇടയായിത്തീർന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് പൗലോസ് എന്തിനാണ് റോമിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിച്ചത്. അതിനൊന്നാമത്തെ കാരണം നമ്മൾ ഇവിടെ വായിക്കുന്നത്, ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ എപ്പോഴും യാചിക്കുന്നു എന്നുള്ളതിന് അവന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷ ഘോഷണത്തിൽ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി. പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്ന കാര്യം, ഞാൻ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു എന്നുള്ളതിന് ദൈവം സാക്ഷിയാണ്. അതിന് ആ ദൈവത്തെ ഇത് ഒന്നും കൂടി കാറ്റഗറൈസ് ചെയ്ത് താൻ പറയാണ്, അല്ലെങ്കിൽ ഒന്നുകൂടി അഡ്ജക്റ്റീവായിട്ട് പറയാണ്, തൻ്റെ പുത്രന്റെ സുവിശേഷ ഘോഷണത്താൽ ഞാൻ ആരാധിക്കുന്ന എൻ്റെ ദൈവം എനിക്ക് സാക്ഷി. അതായത്
താൻ ചെയ്യുന്ന സുവിശേഷ ഘോഷണം, മറ്റുള്ളവരോട് പറയുന്ന സുവിശേഷം പറയുന്നത് എന്ന് പറയുന്നത് ഒരിക്കലും അതൊരു ലീഗൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അല്ലെങ്കിൽ മറ്റുള്ളവർ തന്നോട് പറഞ്ഞ് സുവിശേഷം പറയണം, അല്ലെങ്കിൽ അതൊരു തൻ്റെ ഉള്ളിലുള്ള ഒരു ഭാരം മറ്റുള്ളവരോട് സുവിശേഷം പറയണം, അല്ലെങ്കിൽ യാന്ത്രികമായിട്ട് അങ്ങനെയൊന്നും ചെയ്യുന്ന ഒരു കാര്യമല്ല. അതെന്താണ്? താൻ ദൈവത്തെ സേവിക്കുന്നതാണത്. അതിലൂടെ താൻ ദൈവത്തെ ആരാധിക്കുന്നതാണ്. അതിലൂടെ താൻ എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കുന്നത്? ആ സുവിശേഷം പറയുന്നതിലൂടെയാണ്. അതായത് നമ്മൾ ചെയ്യുന്ന, ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നമ്മൾ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. നമ്മൾ ദൈവത്തിന് വേണ്ടി ഇപ്പൊ രാവിലെ ഇവിടെ വന്ന് സഭ ഒരുക്കി, നമ്മൾ കഞ്ഞി ഉണ്ടാക്കി, പയറുണ്ടാക്കി, അച്ചാറുണ്ടാക്കി, അങ്ങനെ ഓരോരോ ചെറിയ കാര്യങ്ങളും ചെയ്തു. അത് നമ്മൾ അത് പേരിട്ടു, അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിനെല്ലാത്തിനും പ്രതിഫലമുണ്ട്. പക്ഷെ ഇതെല്ലാം എന്താണ്? നമ്മുടെ ആരാധനയുടെ ഭാഗമാണ്. നമ്മൾ ആ ചെയ്യുന്നത് നമ്മളെ രക്ഷിച്ച കർത്താവിനോടുള്ള ആരാധനയുടെ ഭാഗമാണ്. നമ്മളത് മറ്റുള്ളവർക്ക് വേണ്ടി കാണുന്നതിന് വേണ്ടിയല്ല ചെയ്യുന്നത്. ഇപ്പൊ ഞാനിവിടെ നിന്ന് പ്രസംഗിക്കുന്നത് എനിക്ക് വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്യുന്നതെങ്കിൽ അത് എന്നെ പോലെ അരിഷ്ടൻ വേറൊരു മനുഷ്യനുമില്ല. അല്ലെങ്കിൽ അത് വളരെ ആ പ്രതിഫലം, കിട്ടുന്ന ആ പ്രതിഫലം എന്ന് പറയുന്നത് വളരെ കുറവായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാനിത് ചെയ്യുന്നത് എന്നെ രക്ഷിച്ച കർത്താവിനോടുള്ള ആരാധനയുമായിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അത് എന്നെ കർത്താവ് രക്ഷിച്ചു, അപ്പോൾ അവനെ ഞാൻ എങ്ങനെ സേവിക്കാം എന്നുള്ളതിലൂടെയാണ് ഞാനിത് ചെയ്യുന്നത്. നമുക്ക് കിട്ടുന്ന ഓരോ കർത്താവിനെ ശുശ്രൂഷിക്കാനുള്ള ഓരോ അവസരങ്ങളും, കർത്താവിനെ സങ്കീർത്തനമാണെങ്കിലും എന്താണ് കർത്തൃമേശ പ്രബോധനമാണെങ്കിലും, അല്ലെങ്കിൽ ഇവിടെ നിന്ന് കർത്താവിനെ സ്തുതിക്കുന്ന ഓരോ കാര്യങ്ങളാണെങ്കിലും, പാട്ട് പാടുന്ന കാര്യങ്ങളാണെങ്കിലും, സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണെങ്കിലും, മറ്റുള്ളവരോട് സുവിശേഷം പറയുന്ന കാര്യങ്ങളാണെങ്കിലും, എല്ലാ ചെറിയ കാര്യങ്ങളും അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്തായിരിക്കണം? നമ്മളെ രക്ഷിച്ച കർത്താവിനോടുള്ള ആരാധനയുടെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുവെങ്കിൽ അതിലെന്താണ്? നമുക്ക് മടുപ്പ് വരികയില്ല. അല്ലെങ്കിൽ എന്താണ്? നമ്മൾ ഉദ്ദേശിച്ച പ്രതിഫലം നമുക്ക് കിട്ടിയില്ലെങ്കിൽ എന്താണ്? അടുത്ത പ്രാവശ്യത്തേക്ക് നമുക്ക് അത് ചെയ്യേണ്ട കാര്യമില്ല എന്ന് നമുക്ക് തോന്നും. അല്ലെങ്കിൽ മറ്റൊരാൾ നമ്മളെ പറ്റി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തോന്നും, അയ്യോ ഇത് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് തോന്നും. അതൊന്നുമല്ല. നമ്മൾ എന്തിനാണ് ഇത് ചെയ്യുന്നത്? നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ആരാധനയുടെ ഭാഗം ആയിട്ടാണ്. നമ്മൾ ഞായറാഴ്ച വന്നിരുന്ന് ഈ ഒരു ടൈം ഫ്രെയിമിൽ ഇരുന്ന് ആരാധിക്കുന്നതല്ല ആരാധന. പൗലോസ് അപ്പോസ്തലൻ തന്നെ 12-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ ജീവനും വിശുദ്ധിയുമുള്ള ആരാധനയായി ദൈവത്തിന് സമർപ്പിക്കുകയും. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എന്തിനു വേണ്ടിയാണ്? ദൈവത്തോടുള്ള ആരാധനയോടുള്ള ബന്ധത്തിലാണ് താൻ ഇത് ചെയ്യുന്നത്. റോമിലേക്ക് വന്നത് താൻ അവരെ സുവിശേഷത്തിന്റെ അവരോട് പ്രാർത്ഥിക്കുന്നത്, അവരെ അടുക്കലേക്ക് വന്ന് ദൈവത്തിന്റെ വചനം പറയാനായിട്ട് താൻ ആഗ്രഹിക്കുന്നത് എല്ലാം എന്തിന്റെ കാരണമാണ്? തന്നെ രക്ഷിച്ച ദൈവത്തോടുള്ള ആരാധനയുടെ ഭാഗമാണ്. തന്നെ രക്ഷിച്ച ദൈവത്തിനെ ആരാധിക്കുന്നത്, ദൈവത്തെ സേവിക്കുന്നതിന്റെ ഭാഗമാണ് താൻ അവിടെ വരുവാനായിട്ട് ആഗ്രഹിക്കുന്നതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് അതിന്റെ 11-ാം വാക്യമാണ്. നിങ്ങളുടെ സ്ഥിരീകരണത്തിനായി ആത്മീക വരം വല്ലതും നിങ്ങൾക്ക് നൽകേണ്ടതിന്. അതായത് നിങ്ങൾക്കും എനിക്കും ഒത്തൊരുമിച്ചുള്ള വിശ്വാസത്താൽ നിങ്ങളോടുകൂടെ എനിക്കും ആശ്വാസം ലഭിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ കാണുവാൻ വാഞ്ചിക്കുന്നു. That I may impart unto you some spiritual gift to the end you may be established. പൗലോസ് അപ്പോസ്തലൻ റോമിലെ സഭയിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നതിന്റെ ഒരു കാരണം തനിക്ക് കിട്ടിയ സ്പിരിച്വൽ ഗിഫ്റ്റ് അല്ലെങ്കിൽ ആത്മീക വരങ്ങൾ അവർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയാണ്. ആത്മീക വരങ്ങൾ എന്ന് പറയുന്നത് നമുക്കിവിടെ സ്പിരിച്വൽ എന്ന വാക്ക് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന കരിസ്മ എന്ന് പറയുന്ന വാക്കാണ്. അല്ലെങ്കിൽ ദൈവത്തിന്റെ കൃപ അവർക്ക് നൽകുന്നതിന് വേണ്ടിയാണ് എന്നാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാക്ക്. അല്ലെങ്കിൽ കൃപാവരങ്ങൾ എന്ന് പറയുന്നത് കരിസ്മ എന്ന് പറയുന്ന ആ വാക്കിൽ നിന്നാണ്. അത് തന്നെയാണ് അവിടെ പറയുന്നത്. പൗലോസ് അപ്പോസ്തലനെ സംബന്ധിച്ച് നമുക്കെല്ലാവർക്കും ദൈവത്തിന്റെ കൃപകൾ പല വിധത്തിലാണ് നൽകപ്പെട്ടിരിക്കുന്നത്. അപ്പോസ്തലന് നൽകപ്പെട്ടിരിക്കുന്ന കൃപകൾ വളരെ അധികമുണ്ട്. അപ്പോസ്തലൻ അവിടെ നിന്ന് പ്രസംഗിക്കുന്നതും തനിക്ക് കിട്ടിയിരിക്കുന്ന ദൈവദാനത്തിന്റെ വെളിപ്പാടുകളെ അവർക്ക് കൊടുക്കുകയും അവരിൽ നിന്ന് അവരെ എൻകറേജ് ചെയ്യുക എന്നുള്ള ഒരു വലിയ ദൗത്യം അപ്പോസ്തലൻ തന്നെ അവിടെ ചെന്ന് അവരെ പഠിപ്പിക്കുക. കാരണം അപ്പോസ്തലനെ സംബന്ധിച്ച് തനിക്കുള്ള ആ കൃപാവരങ്ങളെ പറ്റി നല്ല ബോധ്യമുള്ള ഒരു ആളായിരുന്നു പൗലോസ് തിമോത്തിയോസിനോടും പറയുന്നുണ്ട്, നിനക്കുള്ള കൃപാവരങ്ങള് എന്താണ്?
മനസ്സിലാക്കേണ്ടതിന് വേണ്ടി നീ ഈ കാര്യങ്ങളൊന്നും ഒളിപ്പിച്ചു വെക്കാതെ ഈ കാര്യങ്ങളെ ചെയ്യണമെന്ന് തിമത്തിയോസിനോട് ഉപദേശിക്കുന്നുണ്ട്. അപ്പൊ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന കാര്യം, എനിക്ക് ലഭിച്ച കൃപാവരങ്ങളാൽ നിങ്ങളെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി, നിങ്ങളുടെ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാകേണ്ടതിന് വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, യു മേ ബി എസ്റ്റാബ്ലിഷ്, നിങ്ങൾ സ്ഥിരീകരണത്തിനായി, അല്ലെങ്കിൽ ഗ്രീക്കിലെ ആ വാക്ക് എൻകറേജ് ചെയ്യപ്പെടേണ്ടതിന് വേണ്ടി എന്നുള്ളതാണ്, എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടേണ്ടത് എന്നുള്ളതാണ്. എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു പദം അതിന്റെ എൻകറേജ് ചെയ്യപ്പെടുക, അവര് ശക്തീകരിക്കപ്പെടുക, സ്ട്രെങ്തൻ ചെയ്യപ്പെടുക എന്നുള്ളതാണ് ആ എസ്റ്റാബ്ലിഷിന്റെ വാക്കിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പദം എന്ന് പറയുന്നത്. അവരെ അവരുടെ വിശ്വാസത്താൽ ഉറപ്പിക്കുക, അവരെ ശക്തീകരിക്കുക എന്നുള്ള ഉദ്ദേശമാണ് പൗലോസിന് അവിടെ വരുവാനുള്ള ആ കാരണം എന്ന് പറയുന്നത്. റോമിലുള്ള സഭയെ, അവരുടെ വിശ്വാസത്തെ ശക്തീകരിക്കുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് പൗലോസിന് അവിടെ ഉണ്ടായിരുന്നത്. അതോടൊപ്പം പറയുന്നത്, നിങ്ങളുടെ വിശ്വാസത്താൽ എനിക്കും ആശ്വാസം ലഭിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ കാണുവാനായിട്ട് വാഞ്ചിക്കുന്നു. പൗലോസ് പറയുന്നത്, നിങ്ങളുടെ വിശ്വാസത്താൽ എനിക്കും ആശ്വാസം ലഭിക്കണം. പൗലോസ് ഇപ്പൊ അവരെ കണ്ട ഉടനെ തന്നെ ധൈര്യം പ്രാപിച്ചു എന്ന് നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ വായിക്കുന്നുണ്ട്. അതായത്, ഞങ്ങൾ കഴിഞ്ഞ ഞായറാഴ്ച ഒരു കത്തി മേടിച്ചപ്പോ ആ പുള്ളി പറഞ്ഞു, ഞങ്ങൾ ഇത് എന്താണ് മൂർച്ച കൂട്ടിത്തരാം. എന്നിട്ട് പുള്ളി എന്താ ചെയ്ത്, ഒരു അരമെടുത്ത് ഇങ്ങനെ അരച്ച്, അപ്പൊ എന്താണ്, ആ ഇരുമ്പിനെ എന്ത് ചെയ്യുന്നു, മൂർച്ച കൂട്ടുന്നു. അതുപോലെ നമ്മളുടെ ഓരോരുത്തരുടെയും വിശ്വാസം നമ്മൾ ഒരുമിച്ച് വരുമ്പോൾ എന്താണ്, അത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുകയാണ്, അത് സ്ട്രെങ്തൻ ചെയ്യപ്പെടുകയാണ്. അതാണ് നമ്മൾ കൂട്ടായ്മ ഇല്ലാതെ നമ്മൾ കുറെ നാള് ഒറ്റയ്ക്ക് ഇരുന്ന് നമ്മൾ വിചാരിക്കും എനിക്ക് ഭയങ്കര ശക്തിയുണ്ട്, ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്ന ആളാണ്, എനിക്ക് എത്ര നാൾ വേണമെങ്കിലും നിൽക്കാൻ പറ്റുമെന്നൊക്കെ വിചാരിച്ച് നമുക്ക് കൂട്ടായ്മയൊന്നും ഇല്ലാതെ അങ്ങ് മാറി നിൽക്കാന്നൊക്കെ വിചാരിക്കാം. പക്ഷെ അതൊന്നും നടപടിയാവുന്ന കേസല്ല. നിങ്ങൾ എത്ര നാൾ ദൈവത്തിൽ നിന്ന് അകന്ന്, കൂട്ടായ്മയിൽ നിന്ന് അകന്ന് ദൈവത്തോട് ചേർന്ന് നിൽക്കാമെന്ന് നിങ്ങൾ വിചാരിച്ചാലും കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾ തളർന്നു പോകും. നിങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് എത്ര നാള് കൂടുതൽ കാലമൊന്നും നിൽക്കാൻ കഴിയില്ല. ഉടനെ ദൈവത്തിൽ നിന്ന് പിന്മാറി ദൈവമുണ്ടോ എന്നുള്ള അവസ്ഥയിൽ തന്നെ എത്തിച്ചേരുവാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ടാണ് നമ്മുടെ കൂട്ടായ്മയൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇരിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്ന, റോമിലുള്ള സഭയിൽ വന്ന് താൻ എത്ര വലിയ ദൈവത്തിന്റെ ദാസനായിരുന്നാലും ആ റോമിലുള്ള സഭയിൽ വന്ന് താനും അവരും ഒത്തൊരുമിച്ചുള്ള ആ കൂട്ടായ്മയിൽ അവര് ഒരുമിച്ച് എന്ത് ചെയ്യണം, സ്ട്രെങ്തൻ ചെയ്യണം. നമ്മൾ ഒരുമിച്ച് സ്ട്രെങ്തൻ ചെയ്യണം. ഞങ്ങളുടെ വിശ്വാസത്താൽ നിങ്ങളോടുകൂടെ എനിക്കും ആശ്വാസം ലഭിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ കാണുവാൻ വാഞ്ചിക്കുന്നു എന്നുള്ളതാണ്. ആ പൗലോസ് അപ്പോസ്തലന്റെ ശുശ്രൂഷയുടെ മറ്റുള്ള ഒരു ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആശ്വാസം പ്രാപിക്കുക എന്നുള്ളതാണ്. അവരും ആശ്വാസം പ്രാപിക്കണം, താനും ആശ്വാസം പ്രാപിക്കണം. ദൈവവചനത്തിന്റെ ശുശ്രൂഷ എല്ലായ്പ്പോഴും ആശ്വാസം പകരുന്നതായിരിക്കണം. നമ്മൾ കൃപാവരങ്ങളെ പറ്റി കൊരിന്ത്യർ ലേഖനത്തിൽ 14-ാം അധ്യായത്തിലും വായിക്കുന്നുണ്ട്. പ്രവചിക്കുന്നവനോ അവന്റെ പ്രവചനം മൂലം ആത്മീയ വർധനയ്ക്കും ആശ്വാസത്തിനും കാരണമായി തീരുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മുടെ ശുശ്രൂഷകളുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവജനം ആശ്വാസം പ്രാപിക്കുവാനായിട്ട്, ആത്മീയ വർധന വായിക്കുവാനായിട്ട് ഇടയായി തീരണം. പൗലോസ് അപ്പോസ്തലൻ റോമിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് ആശ്വാസം പ്രാപിക്കുവാനായിട്ട് ഇടയായി തീരണം. അവിടെ നീറോ ഭരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് പൗലോസ് അപ്പോസ്തലൻ AD 65-ലാണ് കൊല്ലപ്പെടുന്നത്. റോമിൽ വെച്ച് തന്നെയാണ് കൊല്ലപ്പെടുന്നത്. താൻ തടവ് പുള്ളിയായിട്ട് റോമിലേക്ക് ചെല്ലുന്നു. അവിടെ നിന്ന് ആ കേസിന് പൗലോസ് ഫ്രീ ആയി. എന്നാൽ അതിനുശേഷം ഒരു 2-3 വർഷത്തിനുള്ളിൽ തന്നെ പൗലോസിനെ വീണ്ടും അവിടെ പിടിക്കുകയും റോമിൽ വെച്ച് തന്നെ തന്റെ തല അറക്കപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. നീറോ ചക്രവർത്തി മുഖാന്തരം ആ കാലഘട്ടത്തിൽ ക്രിസ്ത്യാനികൾക്ക് അവിടെ ഭയങ്കരമായ ഉപദ്രവമൊക്കെ നേരിട്ടു. അപ്പോൾ ഈ പൗലോസിന്റെ ആഗ്രഹം അവരെ ആശ്വസിപ്പിക്കുക എന്നുള്ള കാര്യമായിരുന്നു. അടുത്തൊരു കാരണം, പൗലോസ് അപ്പോസ്തലൻ റോമിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നതിന്റെ ഒരു കാരണം, എനിക്ക് മറ്റു ജാതികളിൽ എന്ന പോലെ നിങ്ങളിലും വല്ല ഫലവും ഉണ്ടാകേണ്ടതിന് നിങ്ങളുടെ അടുക്കൽ വരുവാൻ എപ്പോഴും ഭാവിച്ചുവെങ്കിലും ഇതുവരെ മുടക്കം വന്നുവെന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ റോമിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നതിന്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റു ജാതികളിൽ ജാതികളുടെ അപ്പോസ്തലൻ എന്നറിയപ്പെട്ടിരുന്ന പൗലോസ് അപ്പോസ്തലൻ അനേകരെ ക്രിസ്തുവിന് വേണ്ടി നേടുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോസ്തലന്റെ ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി റോമിലും വന്ന് കർത്താവായ യേശുക്രിസ്തുവാണ് നിങ്ങളുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്ന ഏക രക്ഷകൻ എന്ന് അവരോട് സുവിശേഷിക്കുകയും അനേകരെ ക്രിസ്തുവിന് വേണ്ടി നേടുക, അവരുടെ ഫലമുണ്ടാക്കുക എന്നുള്ള ആഗ്രഹവുമായിരുന്നു പൗലോസിന്
ഉണ്ടായിരുന്നത്. അതും ചെയ്യുവാൻ വേണ്ടിയാണ് അപ്പോസ്തലന് ആ റോമിലേക്ക് വരുവാനായിട്ട് ആഗ്രഹമുണ്ടായിരുന്നത്. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ആ ആഗ്രഹങ്ങളെല്ലാം, അപ്പോസ്തലന്റെ ആഗ്രഹങ്ങളെല്ലാം കർത്താവ് ചെയ്യുവാനായിട്ട് നിവർത്തിച്ചു കൊടുക്കുവാനായിട്ട് കർത്താവിന് ദയയായി. തന്റെ ദാസന്മാരുടെ ഹൃദയത്തിലെ നല്ല ആഗ്രഹങ്ങളെ നിവർത്തിച്ചു കൊടുക്കുന്നവനായ കർത്താവ് അവന്റെ മഹത്വത്തിനു വേണ്ടി അവൻ അത് നിവർത്തിച്ചു കൊടുത്തു എന്നുള്ളതാണ്. നമ്മളും ഈ കാര്യത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലെ കർത്താവിന് വേണ്ടിയാണോ നമ്മുടെ ജീവിതത്തിലെ അംബീഷൻസ്, പൗലോസിനെ പോലെ നല്ലൊരു അംബീഷൻസ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ബിൽഡ് ചെയ്യാം. അതെന്തിനാണ്? പൗലോസ് ഒരിക്കൽ പോലും റോമിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചത് തന്റെ സെൽഫിഷ് ആയിട്ടുള്ള യാതൊരുവിധ ആഗ്രഹത്തിനും വേണ്ടിയല്ലായിരുന്നു, കർത്താവിന്റെ നാമമഹത്വത്തിന് വേണ്ടിയായിരുന്നു. അവന്റെ ആ ലക്ഷ്യം എന്ന് പറയുന്നത് കർത്താവിന്റെ നാമമഹത്വമായിരുന്നു. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം എന്നുള്ളതായിരുന്നു. കർത്താവിന്റെ തനിക്ക് ലഭിച്ച ജീവിതം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്കും നമ്മുടെ ലക്ഷ്യങ്ങളെ കർത്താവിന്റെ നാമമഹത്വത്തിന് വേണ്ടി ഉള്ളതാക്കി മാറ്റാം. ദൈവം ഈ വചനങ്ങളാൽ ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.